എടാ വർഗീസ് ചേട്ടൻ്റെ മോളെ കെട്ടിച്ച് വിട്ടാടാ ആലപ്പുഴ ആ മോൻ ചെറുക്കൻ മരിച്ചു പോകുന്നു അല്ലേ വെള്ളത്തിൽ പോയി ഓട്ടോമല്ലോട്ട് വിളിക്കണം കേട്ടോ ചാച്ചനെ തിരക്കിന്ന് പറഞ്ഞേ ഓക്കെ വർഗീസേട്ടാ ആര് ആ ആ അല്ല ഞാൻ വർഗീസേട്ടനെ അന്വേഷിച്ചു വന്നു. എന്നെയോ എന്നായിരുന്നു അല്ല ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. എങ്ങോട്ടാ മൂന്നാർ എന്നാ കൊണ്ടുപോകാനാ അലമാര അതൊക്കെ സിമ്പിൾ കേട്ടില്ല നമുക്ക് കൊണ്ടുവന്നേ അതെ ഞാനിവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയായിരുന്നു. വൈഫ് പറഞ്ഞു. അല്ല ചോദിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ ഞാനേ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല ഇവിടെ ഉള്ള ആളല്ലേ മൂന്നാർ അത് പറ ഇവിടെ ഉള്ളവരൊക്കെ ഏകദേശം എനിക്ക് അറിയാൻ പറ്റും ഈ വണ്ടി ഫീൽഡ് ആയതുകൊണ്ട് എനിക്കറിയാം. വർഗീസേട്ടൻ ഒരു മിനിഞ്ഞാന്ന് മൂന്നാർ വന്നിരുന്നല്ലേ വണ്ടി? മിനിഞ്ഞാന്നോ ഇല്ല മിനിഞ്ഞാന്ന് ഓട്ടോ ഇല്ലായിരുന്നു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മഴയൊക്കെ അല്ല. വർഗീസേട്ടനെ ആരോ കണ്ടു എന്ന് പറഞ്ഞു വളവിൽ വെച്ച്. എന്നെയോ അങ്ങനെ ആരോ പറഞ്ഞു എൻ്റെ അടുത്ത്. വന്നില്ലായിരുന്നു? ഇല്ലെന്നേ ഞാനങ്ങ് ഓട്ടോ പോയല്ലോ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ശരി. വർഗീസേട്ടൻ്റെ വണ്ടി ഒന്നിടിച്ചു. വർഗീസേട്ടൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് പൊട്ടി. പിന്നെ ഹെഡ്ലൈറ്റ് മാറ്റിയതായാലും നന്നായി, അല്ലെങ്കിൽ വണ്ടി കൊണ്ട് പോകുമ്പോൾ എനിക്ക് പണിയായ. നിങ്ങൾക്ക് ആള് മാറിയായിരുന്നേ ഞാനല്ല സാർ നമുക്ക് അങ്ങനെ വരാൻ വഴിയില്ല. വർഗീസിൻ്റെ വണ്ടി ഇടിച്ചിട്ട് ഒരാൾ മരിച്ചു. റജി എന്നാണ് പേര്. വേറെ ആളും കൂടി ഉണ്ടായിരുന്നു, പ്രകാശൻ. അയാളിപ്പോൾ കാണാനില്ല. അയാൾ എവിടെയാ? അയാളെ കൊന്നോ അതോ ജീവനോടെ ഉണ്ട്? പോക്കൃത്തരം പറയല്ലേ കേട്ടോ. കൊന്നോന്നോ? ഇയാൾ പോയാൽ എനിക്ക് വേറെ പണിയുണ്ട്. എനിക്കും വേറെ പണിയുണ്ട്. വിട്ടേപ്പാ എനിക്ക് പോണോന്ന്. പോവും, പക്ഷെ നിന്നെ കൊണ്ടേ പോവും. വെളിസേ സാർ വർഗീസേട്ടനെ പിടിച്ച വണ്ടി കയറ്റി. സാറേ ഞാൻ അല്ല സാറേടാ ഞാനല്ലെന്ന് സാറേ ഒന്നും ചെയ്യല്ലേ സാർ. വെളിസേ വണ്ടി എടുത്തു. ഞാനൊന്നും പറയണോ വണ്ടി എടുത്തു. വർഗീസേ ഇനി പറ വർഗീസേ, അന്നെന്താ സംഭവിച്ചത്? സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല സാർ. വർഗീസിന് ഈ ഒരു വണ്ടിയല്ലേ ഉള്ളൂ? അതെ സാർ. വർഗീസ് എന്നോട് പറഞ്ഞത് വർഗീസ് അന്ന് ഓട്ടം പോയിട്ടില്ല എന്ന് അല്ലേ? ഇത് പിന്നെ ആരുടെ വണ്ടിയാ? ഇത് ഇടിച്ചതിന് ശേഷമുള്ള ഫോട്ടോ. ഇത് വർഗീസിൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് മാറിയതിൻ്റെയും പെയിൻ്റ് അടിച്ചതിൻ്റെയും വർക്ക്ഷോപ്പിലെ ബില്ല്. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയാം സാറേ, സത്യം പറയാം. പറയും. അന്നെന്താ സംഭവിച്ചത്? അന്ന് മൂന്നാറ് പച്ചക്കറി ഇറക്കാൻ വന്നാ സാറേ. ഇറക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് സമയം പോയി. തിരിച്ചു പോകുമ്പോൾ ഭയങ്കര മഴയാണ് സാറേ. സത്യത്തിൽ ഇതാ സാർ സംഭവിച്ചത്. മനപ്പൂർവ്വം ഇടിപ്പിച്ചല്ല സാറേ, പേടിച്ചിട്ടാ സാറേ ഞാൻ ആരോടൊന്നും പറയാഞ്ഞത്. സത്യമാണ് സാറേ. വർഗീസേ വെറുതെ ഇട്ടി വാങ്ങിക്കണ്ട. പറ, നീ പ്രകാശൻ എന്താ ചെയ്ത്? നിങ്ങൾ ഈ പറയുന്ന പ്രകാശൻ ആരാന്ന് പോലും എനിക്കറിയില്ല സാറേ. പിന്നെ പ്രകാശൻ അവിടെ പെടാ ആവേ പോയാ?
സാർ ഒരു മിനിറ്റ് ഒന്ന് നീ പ്രകാശ് എന്താ ചെയ്ത്? സാർ ഞാൻ ഈ വർഗീസിനെ പറ്റി അന്വേഷിച്ചു. അതൊരു സാധാരണ കുടുംബമാണ്, അടിമാലിലെ താമസം. ഈ അടുത്ത് അയാളൊരു കിഡ്നിക്ക് എന്തോ കംപ്ലൈന്റ് പറ്റി ഒരെണ്ണം റിമൂവ് ചെയ്തു. ഫെലിക്സ് ഇതിനൊക്കെ അയാളെ കിഡ്നിക്ക് എന്തോ കംപ്ലൈന്റ് ആയിട്ട് ഒരെണ്ണം റിമൂവ് ചെയ്തു. അതിനുശേഷം അവിടുത്തെ നാട്ടുകാരും ഭക്തസംഘടനയും കൂടി ഒരു വണ്ടി വാങ്ങിക്കൊടുത്തു. ഇപ്പോൾ അതുകൊണ്ടാണ് കുടുംബം വളർത്തുന്നത്. പിന്നെ അയാളെ പറ്റി അന്വേഷിച്ചാൽ അയാൾ അത്ര പ്രശ്നക്കാരൊന്നുമല്ല സാർ. അയാളെ മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ സാറിന് ഇമെയിൽ അയച്ചിട്ടുണ്ട്. സാർ അണർന്നു കൊടുത്ത് അവൻ പറയും സാർ. ഇയാൾക്ക് പ്രകാശിൻ്റെ മിസ്സിംഗ് കേസുമായിട്ട് ബന്ധമൊന്നും തോന്നില്ല. അപ്പം പ്രകാശിന് എവിടെ പോയി സാർ? എനിക്കല്ല സാറേ. വർഗീസ്, ഈ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ വർഗീസിൻ്റെ വണ്ടിയുടെ തൊട്ട് പുറകെ ഏതെങ്കിലും വണ്ടി ഉണ്ടായിരുന്നു? ഇല്ല സാർ, ഇല്ല. ഉറപ്പാണ്? ഉറപ്പാ സാർ. വർഗീസിൻ്റെ വണ്ടി പോയതിന് ശേഷം വന്ന വണ്ടിയായിരിക്കും പ്രകാശനെ കൊണ്ടുപോയിട്ടുണ്ടാവുക. ആ വണ്ടിയുടെ സൈഡിൽ നമ്പർ ഇല്ലല്ലോ. ഫെലിക്സേ, സാർ വർഗീസിൻ്റെ വണ്ടി പാസ് ചെയ്തിട്ടുള്ളത് 8:49 അതിനുശേഷം പാസ് ചെയ്തിട്ടുള്ള വണ്ടി ഇതാണ്. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കണം ആ നമ്പറില്ലാത്ത പിക്കപ്പ്. ഇതിനകത്തുണ്ടായിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന പ്രകാശം.